ഇന്ന് നമുക്കൊരു കിടിലൻ സ്നാക്ക് ഉണ്ടാക്കിയാലോ. എണ്ണയിലൊന്നും പൊരിച്ചെടുക്കേണ്ട കേട്ടോ. ഈ സ്നാക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു സ്നാക്കാണിത്. മാത്രമല്ല ഇത് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴുള്ള വിശപ്പൊക്കെ മാറി കിട്ടും. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ചേർക്കുന്നത്. സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ കറി മസാലയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഇപ്പോൾ ഇവിടെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ 1 കപ്പാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. 1 കപ്പ് 1.5 കപ്പോളം വരും ഏകദേശം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയില ഇട്ട് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് മല്ലിയില. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 4 മുട്ടയൊന്ന് പൊട്ടിച്ചിട്ട് ചേർക്കണം. ഇനിയിപ്പോൾ 3 മുട്ടയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 4 മുട്ട എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ 4 മുട്ടയും ഞാനിപ്പോൾ ഈ ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1/4 കപ്പ് പാലാണ് കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല തണുത്തതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ചൂടോടുകൂടി ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുട്ടയൊക്കെ വെന്ത് പോവും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് തണുത്തതിന് ശേഷം മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ അരികുവശമൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. എന്നിട്ട് ആ പാനിലേക്ക് നമ്മൾ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഈ പാനിലാണ് ഇപ്പോൾ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ 1/2 ലിറ്റർ പാൽ വേണ്ടി വരും കേട്ടോ. ഇനി ഈ പാലിൽ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി. അതിന് ശേഷം ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ പാന് കവർ ചെയ്യക്കത്ത രീതിയിൽ നമ്മൾ ബ്രെഡ് പാലിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ പാന് കവർ ചെയ്യത്തക്ക രീതിയിൽ സൈഡിൽ കൂടെ ഒക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. ഗ്യാപ്പൊന്നും ഇല്ലാതെ നമ്മൾ ബ്രെഡ് നിരത്തി കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെയും മുട്ടയുടെയും മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സെൻറ്ററിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് നിരത്തി കൊടുക്കുക. അതിൻ്റെ സൈഡിൽ കൂടെ ഒന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഭംഗിക്ക് വേണ്ടി 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒഴിച്ചിട്ടുള്ള ഈ മിക്സൊക്കെ പാനിൻ്റെ പകുതി ഭാഗത്തോളെ പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുക്കാവുമ്പോൾ അത് പൊങ്ങി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. അതുപോലെ നല്ല ലോക്കായിട്ടുള്ളൊരു ലിഡ് വെച്ചിട്ട് മൂടുകയും ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ 20 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറക്കുന്നത്. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തൊട്ട് നോക്കുക കേട്ടോ. കയ്യിൽ ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മുട്ട മാത്രം ഒന്ന് കുക്കായാൽ മതി. ബാക്കിയൊക്കെ ആൾറെഡി വെന്ത് തന്നെയാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്